ഇത് നല്ലതൊക്കെയാണ്. പക്ഷെ എനിക്ക് എന്തോ ഒരു പോലെ തോന്നുന്നു. കളറ് മാറ്റായിരുന്നല്ലേ? എടി ഇതേ കളർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ലേ നീ എന്നെയും കൊണ്ട് 3-4 ഷോപ്പ് കയറി ഇറങ്ങിയത്? എന്നിട്ട് ഒരു ഷോപ്പിൽ നിന്ന് ആ കളർ കിട്ടി, ഇഷ്ടപ്പെടുകയും ചെയ്തു. 5-6 മണിക്കൂറാണ് നീ എന്നെ കളഞ്ഞത്. എന്നിട്ട് വാങ്ങിക്കൊണ്ടു ഇപ്പൊ ഇത് വേണ്ടാന്നോ? എനിക്കും കൂടി ഇഷ്ടപ്പെടണ്ടേ? ആ ശരണ്യന്റെ ഇതേ കളറെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അത് മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്കിത് രസമായിട്ട് തോന്നുന്നില്ല. നമുക്ക് പോയി മാറ്റിയാലോ? ഇനിയിപ്പോ ഇതും മാറ്റിയിട്ട് വേറെ കളർ വാങ്ങിക്കൊണ്ടെന്നുണ്ടെങ്കിലേ പിന്നെ നീ എന്നോട് പറയും, അയ്യോ എനിക്ക് ആ കളർ തന്നെ മതിയായിരുന്നു, ഇത് വേണ്ടാന്ന്. നിന്നെ എനിക്ക് അറിയുന്നല്ലേ, തൽക്കാലം ഇത് ഇവിടെ വെച്ചാൽ മതി. നമ്മള് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ മാറ്റണം. എനിക്കെന്തോ ഈ കളർ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിന് ഇഷ്ടപ്പെടുന്നില്ല. ഞാനും ഉപയോഗിക്കണ്ട. അല്ലെങ്കിലും ഇഷ്ടപ്പെടാൻ സാധനങ്ങളെ ഷോപ്പിൽ തിരിച്ചു കൊടുക്കുന്നൊക്കെ സർവ്വസാധാരണയാണ്. ആ അമൃതയില്ലേ, അവൾ 5-6 മണിക്കൂർ നടന്നിട്ടാണ് ഒരു സാരി കിട്ടിയത്. എന്നിട്ട് അവൾക്ക് വീട്ടിൽ വന്ന് നോക്കിയപ്പോ ഇഷ്ടപ്പെട്ടില്ല. അവളെ ഹസ്ബൻഡേ ജോലി കഴിഞ്ഞാൽ രാത്രി 7:30 8 മണിക്ക് തന്നെ അവനെ പറഞ്ഞയച്ചു പോയി വാങ്ങിക്കൊണ്ടുവരാൻ. അവൻ ഒരു വാക്ക് മറുത്ത് വരാണ്ട് പോയി. അങ്ങനെയൊക്കെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. ഇവിടെ എന്തെങ്കിലും പറയുമ്പോഴേക്കും നീ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നീ എന്തേ പറയുന്നേ? നമ്മൾ ഇതും പിടിച്ച് ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് ഇത് മാറ്റിയിട്ട് വരാനാ? നമ്മളല്ല, നിങ്ങൾ പോയാ മതി. ഞാൻ അയാളോട് ഇതെടുക്ക് ഇതെടുക്കെന്ന് പറഞ്ഞിട്ട് ഈ കളർ ചോദിച്ചു വാങ്ങിയതല്ലേ. അതുകൊണ്ട് ഇനി ഞാൻ പോയാലോ അത് എനിക്കൊരു മോശം. നിങ്ങളാവ് പറഞ്ഞാൽ മതി, എന്റെ ഭാര്യയ്ക്ക് ആ കളർ ഇഷ്ടപ്പെട്ടില്ല, അവള് വേറൊരു കളർ ഇവിടെ കണ്ടു വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി. ഞാൻ വേറൊരു കളർ നോക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം, അതെടുത്തിട്ട് വരണം. അത്രേ ഉള്ളൂ. ഇവളെയും കൊണ്ട് ഞാൻ തോറ്റു. എന്ത് വാങ്ങിയാലും തൃപ്തിയാവില്ല. ആലോചിക്കട്ടെ. ആലോചിച്ചാ പോരാ, വാങ്ങിക്കൊണ്ട് വരണം. അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവൂല. ഇത് എന്താണോ ചെറുതായി പോയോ? വേണ്ടിയില്ലായിരുന്നു. ഇനി അത് മാറ്റാൻ നിൽക്കൊന്നും വേണ്ട. തൽക്കാലം മതി. പക്ഷെ ഇവക്ക് ഇതൊക്കെ ഒന്ന് മര്യാദക്ക് എടുത്ത് വെച്ചൂടെ? കഴിഞ്ഞാൽ ഇവിടെ തന്നെ അങ്ങനെ കൂട്ടിയിടും. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതിനോട്ടെ ഈ മാല എന്തോ പോലെ ഉണ്ടാവും. എന്തോ പോലെയോ? ആ രേഷ്മ പറഞ്ഞേ ഇത് കാണാൻ ഒട്ടും രസമില്ല, അത്ര വില നീ കൊടുക്കണ്ടായിരുന്നു, ഒട്ടും ചേരുന്നില്ല. ശരിയാ? അതിന് രേഷ്മയ്ക്കല്ലല്ലോ മാല വാങ്ങിയത്, നിനക്കല്ലേ. നീയല്ലേ മാലിട്ട് നടക്കുന്നത്, അല്ലാണ്ട് അവളാ. അപ്പൊ നിന്റെ ഇഷ്ടം നോക്കിയാ പോരെ? എന്നാണിത് അങ്ങനല്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ട് പോയതാ. ഇത് കണ്ട പോടെ രേഷ്മ പറയാം നന്നായിട്ടില്ല, അതോടെ എന്റെ ഉള്ള മൂടും പോയി. അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സർപ്രൈസ് ഗിഫ്റ്റ് എന്നുള്ള ഒരു സാധനം കൊണ്ടിരുന്ന വല്ല ബൊക്കയോ എന്തെങ്കിലും കൊണ്ടുവന്നാ മതി. ഈ മാതിരി വില കൊടുക്കുള്ള സാധനം കൊണ്ടുവന്നിട്ട് ആണെങ്കിലും കാണാൻ ഒരു മാസത്തിന് കൊള്ളുമില്ല. ഇപ്പൊ എന്തായി? ഇപ്പൊ നിനക്കത് വാങ്ങി തന്നാണോ പ്രശ്നമായത്? നിനക്കൊന്നും ഒരു സാധനം വാങ്ങി തരരുത്. എടി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആനിവേഴ്സറിക്ക് ഞാനേ നിനക്കൊരു റോസാപ്പൂ വാങ്ങിക്കൊടുത്തു. അപ്പൊ നീ എന്താ എന്നോട് പറഞ്ഞത്? എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് ഈ ആനിവേഴ്സറിക്ക് ഡയമണ്ടിന്റെ നെക്ലേസ് കൊടുക്കും, ഗോൾഡിന്റെ വള കൊടുക്കും, റിങ് കൊടുക്കും, മറ്റേത് കൊടുക്കും, മറിച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എന്റെ ദിവസം നീ മുഴുവൻ കളഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഈ ആനിവേഴ്സറിയിൽ കോളാവരുന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ടൊരു മാല വാങ്ങിക്കൊണ്ടത്. സ്വർണ്ണ അല്ലേ, അത് സേവിങ്സ് അല്ലേ, നമുക്ക് കയ്യിൽ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴത്തേനും അവള് വരുന്ന വേറെ ഓരോന്നും കൊണ്ട്. എടി നിനക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ലേ? സ്വർണ്ണം നമുക്ക് ഇഷ്ടമില്ലാത്തൊക്കെ നമ്മൾ ഇട്ട് നടക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ സർപ്രൈസിന് എന്തൊക്കെ വഴികളുണ്ട്. വല്ല മാർക്കറ്റിലേക്കാണ് അല്ലെങ്കിൽ മീൻ വാങ്ങാൻ പോവാന്ന് പറഞ്ഞാൽ എന്നെ കൂട്ടിക്കൊണ്ടു പോവുക. എന്നിട്ട് നേരെ കയറുന്ന ജ്വല്ലറിയിലേക്ക്. അപ്പൊ ഞാൻ ചോദിക്കാം എന്താന്ന്. നിങ്ങൾ പറയാം അമ്മയ്ക്ക് എന്തെങ്കിലും ആഭരണം എടുക്കാൻ കയറിയതാന്ന്, നല്ലതൊന്ന് സെലക്ട് ചെയ്ത് തരാൻ പറയും. ഞാൻ സെലക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ നിൽക്കാണ്, ഇതും സർപ്രൈസ് അല്ലേ? ഒരുമാതിരി മനുഷ്യന്റെ മനസ്സമാധാനം കളഞ്ഞു നല്ല ദിവസമായിട്ട്. അത് ശരി. അപ്പൊ അമ്മയ്ക്കാന്ന് പറഞ്ഞാൽ നീ നല്ല ചൂസ് ചെയ്യായിരുന്നു. അതെന്തായാലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നമുക്കേ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നിനക്ക് വാങ്ങിയ മാലയില്ലേ, അത് അമ്മയ്ക്ക് കൊടുക്കുക, അമ്മയിട്ട് നടന്നോട്ടെ. പിന്നെ നീ പറഞ്ഞ ബൊക്കയില്ലേ, അതാണെങ്കിൽ 10-100 കിട്ടും, അത് ഞാൻ നിനക്ക് വാങ്ങിത്തരാം. പ്രശ്നം കഴിഞ്ഞല്ലേ? അത് വേണ്ട. നമ്മുടെ ആനിവേഴ്സറി ആയിട്ട് എനിക്ക് വാങ്ങിയ ഗിഫ്റ്റ് അമ്മയ്ക്കാണോ കൊടുക്കുക? സാരമില്ല, ഞാൻ തിട്ടോളാം. എനിക്ക് മാത്രം ഒരിക്കലും നല്ലത് കിട്ടൂല. എന്ത് കിട്ടിയാലും ഒക്കെ തൃപ്തിയാവില്ല. എന്നും ഇതന്നെ അവസ്ഥ. എനിക്ക് ഒരു സാധനം ഇവിടെ ഉണ്ടാവില്ല എപ്പോ നോക്കിയാലും. 2 മണിക്കൂറായി അവളെ റൂമിൽ കയറി തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവളുടെ അലമാര മൊത്തം നിന്റെ ഡ്രസ്സാ. എന്നിട്ട് സ്ഥലത്തേക്ക് പോകാൻ ഡ്രസ്സ് ഇല്ലാന്ന്. നീ ഇനി വേറെ ഡ്രസ്സ് ഇടാൻ നിൽക്കണ്ട, തൽക്കാലം ഇട്ടിട്ടില്ലേ അതിനിട്ട് വന്നാ മതി. ഇത്രയും വാങ്ങി വെച്ചിട്ട് എന്തുണ്ടാ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, എന്റെ ഇല്ലാഞ്ഞിട്ടല്ലേ. എല്ലാരും വൈറ്റ് ആൻഡ് വൈറ്റിലാ വരുന്നത്, ഞാൻ മാത്രം ഇതിട്ട് വരാനാ? നീ എന്താ വല്ല പാർട്ടിക്കാണോ പോകുന്നത്? എല്ലാരും കൂടി യൂണിഫോം ഇട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്? എടി മരിച്ചൊരു വീട്ടിലേക്കല്ലേ പോകുന്നത്?
ഈ ഇട്ട ഡ്രസ്സ് തന്നെ ധാരാളം. അവിടെ പോവാൻ നോക്കാം. ഇതാ ജീനെ പറ്റിച്ചതാ. അവൾ ആദ്യം പറഞ്ഞത് നമ്മൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലാ പോണെന്ന്. ഇപ്പൊ പറഞ്ഞിരിക്കണം ഹിന്ദി ഫിലിംസിലൊക്കെ വൈറ്റ് അല്ലേ ഇടുന്നത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ട്രെൻഡിൽ ഇറങ്ങാം. എന്റെ കയ്യിലാണെങ്കിൽ ഇല്ല. അവരൊക്കെ നല്ല നല്ല ചുരിദാറിൽ ഇറങ്ങും. അതുപോലെ എന്റെ ഹസ്ബൻഡ് ഇതിനു വേണ്ടി മാത്രം പുതിയ ചുരിദാർ വാങ്ങിക്കൊടുത്തു. ഇന്ന് രാവിലെ തന്നെ പോയിട്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതൊക്കെ കുറച്ച് ഓവർ ആവുന്നുണ്ട്. നിനക്കെന്തിനും ഒരു ബോധമില്ലേ? അവിടെ മരിച്ചു കിടക്കുന്ന നിന്റെ അമ്മാവനല്ലേ, അല്ലാണ്ട് വേറെ ആരും അല്ലല്ലോ. അവിടേക്ക് പോകുമ്പോൾ കെട്ടി ഒരുങ്ങിയിട്ട് പോണെന്ന്. നീ ഇങ്ങനൊക്കെ ഓരോ യൂണിഫോം ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലേ ആ നാട്ടുകാർ എന്നെ നോക്കി കളിയാക്കും. നിന്റെ ഭാര്യ ഇവിടെ വന്ന് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്റെ വിലയും കൂടെ അവനും നിനക്ക് കളയണം. എടി മനുഷ്യനാണെങ്കിലേ കുറച്ച് മനുഷ്യത്വമൊക്കെ വേണം. അറ്റ്ലീസ്റ്റ് ഈ സമയത്തെങ്കിലും അത് കാണിക്കാൻ പഠിക്കും. മനുഷ്യത്തില്ലാഞ്ഞിട്ടൊന്നും അല്ല. എന്റെ ഉള്ളിൽ നല്ല സങ്കടം ഉണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോ കരഞ്ഞോളാം. ഇതിപ്പോ അതൊന്നും അല്ല കാര്യം. ആ റീന സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നല്ല ഫേമസ് ആ. അപ്പൊ അവൾ അവിടുന്ന് റീൽ എടുക്കുന്നുണ്ട്. അതിൽ എന്നെയും കൂടി കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രം ഓന് ഡ്രസ് അവൾ എന്നെ ചേർക്കൂല. ഇതിനൊക്കെ ഒറ്റ മറുപടി ഉള്ളൂ. തൽക്കാലം നീ അങ്ങോട്ട് എഴുന്നള്ളാൻ നിൽക്കണ്ട, ഞാൻ പോയിട്ട് വരാം. ഇനിയിപ്പോ ആരെങ്കിലും നിന്നെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലേ നീ ഇവിടെ ഇല്ലാന്ന് പറയാം. അണിഞ്ഞൊരുങ്ങി അവിടെ ചെന്നിട്ടേ ഈ കോപ്രായം കാണിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാ നീ വരാണ്ടിരിക്കുന്നു. നിങ്ങൾ നിക്ക്, ഞാനും കൂടി വരാം. എന്റെ അമ്മാവനല്ലേ. നിങ്ങൾ മാത്രം പോയാലും ചോദിക്കില്ല. ഞാൻ പിന്നെ എവിടെ പോവാനാ? അങ്ങനെയാണെങ്കിലേ ഇതാ ഇപ്പൊ ഇട്ടിയ ഡ്രസ്സില്ലേ അതിൽ തന്നെ വന്നാ മതി. എന്റെ ഒരു കാര്യങ്ങളും സാധിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു. എന്ത് പറഞ്ഞാലും നീ അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയും. ഉള്ള കുറ്റം മുഴുവൻ എന്റെ അടുത്ത കണ്ടുപിടിക്കുക. എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. ഇന്നലെ സത്യം പറഞ്ഞ ഞാൻ നാണം കിട്ടുപോയി അങ്ങോട്ട് വന്നിട്ട്. നല്ലത്, വളരെ അങ്ങോട്ട് നല്ലതാ. അമ്മ ഓരോരുത്തരെ ഭർത്താക്കന്മാരെ കണ്ടു പഠിക്കാൻ പറയണം. എത്ര നല്ലതാന്നറിയോ എല്ലാവരും. ഇങ്ങനെ പോലെ ആരുമില്ല. ഒരു സാരി വാങ്ങാൻ പറഞ്ഞാൽ ശരണിന്റെ ഭർത്താവൊക്കെ 10 സാരിയും കൊണ്ടുവരും. അവള് വിളിക്കുന്നിടത്തൊക്കെ ഒക്കെ ചെല്ലും. അവൾക്ക് എന്ത് ഇഷ്ടം അത് മുഴുവൻ സാധിച്ചു കൊടുക്കും. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞാലും തിരിച്ച് 10,000 തർക്കുത്തരങ്ങളാ. എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. മൂപ്പർ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മിണ്ടാതെ ഇങ്ങോട്ട് പോണ ഒരു പാവിനെ പോലെ. ഇതിനാണ് എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടത്. പിന്നെ വിളിക്കാം. ഭർത്താവിനെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ നിങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞൊന്നുമല്ല. ഞാൻ വേറൊരു കാര്യം സംസാരിച്ചതാ. നീ പറഞ്ഞ എല്ലാ വേറെ കാര്യങ്ങളും ഞാൻ കേട്ടു. ഇത്രയും കാലം നിനക്ക് എന്തെങ്കിലും സാധനം വാങ്ങുമ്പോ അത് പോരാ, ഇത് ശരിയായില്ല എന്നും പറഞ്ഞ് 100 കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പൊ നിനക്ക് ഭർത്താവും പോരാൻ തോന്നി തുടങ്ങിയോ? ഭർത്താവ് പോരാന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങൾ കുറെ മാറാനുണ്ട്. ഇപ്പൊ ഞാൻ മാറണം. ഞാൻ എങ്ങനെ മാറണം എന്നാ നീ പറയുന്നത്? അതും കൂടെ പറ. ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തരുന്നില്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്തൊക്കെയോ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ എനിക്കും കൂടി ഇഷ്ടം തോന്നുന്ന രീതിയിൽ വേണ്ടേ അവരൊന്നും ചെയ്യാൻ. എന്നിട്ട് അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചെയ്യില്ല. ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ജീവിക്കണം. അതന്നെ ഞാൻ പറഞ്ഞു. നിനക്ക് ഞാൻ എന്ത് കാര്യം ഇത്രയും കാലമായിട്ട് ചെയ്തു തരാണ്ടിരുന്നത്? എന്ത് ചെയ്തു തന്നാലും കുറ്റമല്ലാണ്ട് നിനക്ക് ഒന്നും പറയാനില്ലല്ലോ. എന്തെങ്കിലും ഒരു സാധനം വാങ്ങി കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അതിന് 100 ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടുപിടിക്കും. അതും പോരാണ്ട് ഉള്ള ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് വാട്സപ്പിൽ സെൻഡ് ചെയ്യും. എങ്ങനെയുണ്ട്. അതിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി പ്രശ്നം ഉണ്ടാക്കുക. നീ ആദ്യം നിന്നെ തന്നെ ഒന്ന് മാറ്റാൻ പഠിക്കും. എന്നാലും ഇവിടെ കാര്യങ്ങളൊക്കെ നേരെ പോകുള്ളൂ. മോനെ ഡോർ ലോക്ക് ചെയ്തിട്ടില്ല. മേലേക്ക് കയറി വന്നോ. ആന്റി ഇവിടെയാ ഉള്ളത്. ആന്റി ഞാൻ കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ചോക്ലേറ്റോ? എന്താ മോനെ വിശേഷം? എന്റെ പപ്പ അമ്മയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സർപ്രൈസാ. അമ്മ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാൻ. പുതിയ സ്കൂട്ടറാ? അത് പുതിയ സ്കൂട്ടർ ഒന്നല്ല, പഴയത് പുതിയതാക്കി മാറ്റിയതാ. അത്രേ ഉള്ളൂ. എന്നെ വേണ്ടിയാ ചോക്ലേറ്റ് കൊടുക്കാൻ പറഞ്ഞത്. പഴയ സ്കൂട്ടറാണ് പിന്നെ നിന്നെ ചോക്ലേറ്റ് കൊണ്ടുവന്നേ? ആന്റി വിചാരിച്ച പുതിയതാണെന്ന്. സാരല്ല, കൊണ്ടുവന്നതല്ലേ. പപ്പ അമ്മയ്ക്ക് ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സ്കൂട്ടറാ. അമ്മ വളരെ ഹാപ്പിയാ. ഞങ്ങളും നല്ല ഹാപ്പിയാ. പിന്നെ ഇല്ല ആന്റി, നമ്മൾ ഈവനിങ്ങിൽ സ്കൂട്ടറിൽ കറങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ ഞങ്ങൾ ഇന്ന് വരാട്ടോ കുഞ്ഞിന്റെ സ്കൂട്ടർ കാണാൻ. എന്നാ ഞാൻ പോട്ടെ. പഴയ സ്കൂട്ടർ വാങ്ങിയതിനാ കുട്ടിന്റെ അവള് ചോക്ലേറ്റ് കൊടുത്ത് വിട്ടിരിക്കണം. എന്നിട്ട് എല്ലാവരും കൂടി അതിൽ കറങ്ങാൻ പോവാ.
കഷ്ടം തന്നെ കേട്ടോ അവളെ കാര്യം. അതാണ് നീയും അവരും തമ്മിലുള്ള വ്യത്യാസം. കണ്ടു പഠിക്ക്. ചെറിയൊരു സ്കൂട്ടർ വാങ്ങിയ അതിലെ ഫാമിലി മൊത്തം സന്തോഷം കണ്ടുപിടിക്കുന്നുണ്ട്. നിനക്ക് എന്ത് കിട്ടിയാലും സന്തോഷമില്ല, സമാധാനമില്ല, ഒന്നുമില്ല. പോരാത്തതിന് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് 100 കുറ്റങ്ങൾ. നിന്റെ ഈ സ്വഭാവത്തിനെ ഈ ലോകം മുഴുവനും നിന്റെ മുന്നിൽ കൊണ്ടിട്ടുണ്ടെങ്കിലും നിനക്കതിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. നിനക്കൊരു തൃപ്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ഇതിലും പിന്നെ വേറെന്തോ വലുത് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ചെറിയ കുട്ടിയല്ല ഇവിടെ വന്നിട്ട് പോയത്. അവരെ വീട്ടിലൊരു പഴയ സ്കൂട്ടർ വാങ്ങുമ്പോഴത്തേനും അവന്റെ മുഖത്ത് സന്തോഷം നീ കണ്ടോ? എന്നിട്ട് പറയാണ് വൈകുന്നേരം ഞങ്ങൾ കറങ്ങാൻ പോകുന്നത്. എത്ര സന്തോഷത്തോടെ പറഞ്ഞത്. എടി, എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമ്പോഴേ അതിൽ തൃപ്തി കണ്ടെത്താൻ പഠിക്കും. അല്ലാണ്ടേ ഇങ്ങനെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കല്ല വേണ്ടത്. അവൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നതെന്നറിയോ? 2ാം ക്ലാസ്സിൽ. 7, 7, 8 വയസ്സ് കാണും അവൻ. അത്രയും പ്രായമുള്ള കുഞ്ഞിന്റെ മനസ്സിന്റെ വലിപ്പം പോലും നിനക്കില്ലല്ലോ. ഇനിയെങ്കിലും നീ ഒന്ന് മാറാൻ നോക്ക്. എന്നാലും നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ സന്തോഷം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നരകത്തിന് തുല്യമായിരിക്കും.